ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ആവശ്യങ്ങൾക്കും പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി ലഭിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. നാം നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നാം ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് പോലെ വേഗത്തിലൊരു മറുപടി ചിലപ്പോൾ ലഭിച്ചില്ല എന്ന് വരാം. അതുകൊണ്ട് ആരും നിരാശപ്പെട്ടു പോകരുതെന്നാണ് എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ളത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം പൗലോസ് നമ്മെ എങ്ങനെയാണ് ഓർപ്പിക്കുന്നത്? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് നാം ആരും വിചാരപ്പെടേണ്ട എന്നാണ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നത്. പക്ഷേ മനുഷ്യരായ നമുക്ക് വിചാരപ്പെടാതിരിക്കാൻ പറ്റുമോ? നാളെയെക്കുറിച്ചുള്ള ഭാരം, നാളെ നടക്കേണ്ടതായ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സാമ്പത്തികം, അത് ലഭിച്ചില്ലെങ്കിൽ അതുകൊണ്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അത് ഒരാളുടെ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിക്കുവാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ അതേറെ ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ ഇവിടെ അപ്പോസ്തലൻ പറയുന്ന ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട എന്നാണ്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടെന്നാണ് പറയുന്നത്. ദൈവം നിശ്ചയമായും അതിനൊരു പരിഹാരം വരുത്തും. അത് ഒന്നുകൂടെ വിശദമാക്കുമ്പോൾ ദൈവത്തിൻ്റെ മറുപടി എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് അതേ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു: എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ദൈവം തന്നോട് അപേക്ഷിക്കുന്ന മക്കൾക്ക് തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം മറുപടി നൽകുമെന്നാണ് അപ്പോസ്തലന് പറയുവാനുള്ളത്. അത് പൂർണ്ണമായി തീർത്തു തരും. ഏത് ആവശ്യത്തിനാണോ നാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്, ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണോ നാം ഇപ്പോൾ ഭാരപ്പെടുന്നത്, ആ വിഷയം പൂർണ്ണമായും തീർത്തു തരുവാൻ ദൈവത്തിനല്ലാതെ വേറെ ആർക്കും തന്നെ സാധ്യമല്ല. ഒരിക്കലും മനുഷ്യനിൽ ആശ്രയിച്ചിട്ട് കാര്യമില്ല. കാരണം മനുഷ്യന് നമ്മെ സഹായിക്കുന്നതിനൊരു പരിധിയുണ്ട്. എന്നാൽ ദൈവം പരിധി വച്ചല്ല സഹായിക്കുന്നത്. ദൈവം സഹായിക്കുന്നത് പൂർണ്ണ അളവിലാണ്. നാം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ അപ്പുറമായി ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ കരുതൽ അപ്പോസ്തലനെ പൗലോസ് ധാരാളം തവണ അനുഭവിച്ചിട്ടുണ്ട്. താൻ ജയിലറയിൽ അടയ്ക്കപ്പെട്ട് കിടന്നപ്പോൾ ഒരിക്കലും ഇനി പുറത്തു വരുവാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ച സ്ഥാനത്ത് അർദ്ധരാത്രിക്ക്
ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് ആ കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുക്കി ആമേൻ പൗലോസിനെയും ശീലാസിനെയും പുറത്തു കൊണ്ടുവന്നു എന്നുള്ളത് പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ ഉറപ്പ് വർദ്ധിപ്പിക്കുകയാണ്. ആ പൗലോസാണ് നമ്മോട് പറയുന്നത്, നിങ്ങൾ ധൈര്യമായിരിക്കുവേൻ. ദൈവം നമ്മുടെ ബുദ്ധിമുട്ട് അത് ഏതായിരുന്നാലും, സാമ്പത്തികം മാത്രമല്ലല്ലോ ബുദ്ധിമുട്ട്, മറ്റ് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ജോലി ലഭിക്കാത്ത ബുദ്ധിമുട്ടുണ്ട്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുണ്ട്, പ്രായമായ കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, സ്വന്തമായിട്ട് ഒരു പാർപ്പിടമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, ആരോഗ്യപരമായ വിഷയങ്ങളിൽ സൗഖ്യമില്ലാതെ പ്രയാസപ്പെടുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും, ഏത് ബുദ്ധിമുട്ടായാലും ശരി, അത് പൂർണ്ണമായും ക്രിസ്തുവേശുവിൽ ദൈവം തീർത്തു തരും എന്ന് നമ്മോട് വളരെ ഉറപ്പായി ധൈര്യത്തോടെ ദൈവദാസൻ വിളിച്ചു പറയുന്നു. അത് നമുക്ക് ഏറ്റെടുക്കാം. ഇന്നലെ ഒരു ഭവനത്തിൽ നടന്ന കോട്ടേജ് മീറ്റിങ്ങിൽ ഈ വചനം തന്നെയാണ് ഞാൻ പ്രസംഗിച്ചത്. ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുകൾ പല വിധത്തിലാണ്. മനുഷ്യനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. എന്നാൽ ദൈവം വിചാരിച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് ഏത് ബുദ്ധിമുട്ടായാലും അത് പരിഹരിക്കുവാൻ കഴിയും. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നാളുകളായി ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. സാമ്പത്തികമായി കടഭാരത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇതൊക്കെ വളരെയധികം വേദന ഉളവാക്കുന്ന സാഹചര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, മടുത്തു പോകല്ലേ, ക്ഷീണിച്ചു പോകല്ലേ. നമ്മുടെ കൺമുൻപിൽ തന്നെ എത്രയും വേഗം ദൈവം നമുക്കൊരു മറുപടി നൽകും. നാം പ്രത്യാശയോടെ ദൈവപാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടതെന്നാണ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കാം. നിശ്ചയമായും എത്രയും വേഗം തന്നെ ഇപ്പോൾ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകും. അത് നേരിട്ട് നമുക്ക് ബോധ്യപ്പെട്ട് ദൈവത്തിന് നന്ദി പറയുവാൻ ഇടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും വളരെയധികം ഭാരത്തോടും നിരാശയോടും കൂടെ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രത്യാശ ഈ വചനം നിമിത്തം വർദ്ധിക്കുവാനിടയായിത്തീരും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. വേഗത്തിലൊരു മറുപടി നിങ്ങൾക്ക് ലഭിക്കും. ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരോടൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.